ഉത്തരാഖണ്ഡിലെ ഒരു കൊടുംകാട്. കാടിനുള്ളിൽ ഒരു കൊച്ചു ഗ്രാമം. ഗ്രാമത്തിലെ അതിമനോഹരമായ ഒരു വീട്. വരൂ, നമുക്കൊരു കഥ പറയാം. ഗഫാർ ബായിക്ക് 5 സഹോദരങ്ങളുണ്ടെന്ന് മുമ്പൊരു കഥയിൽ സൂചിപ്പിച്ചിരുന്നു. അതിലൊരാളാണ് അബ്ദുൽ ഹക്കീം ബായ്. ബഗ്ഗ ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെ കൊടും വനത്തിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. തീർത്തും ഒറ്റപ്പെട്ട ജീവിതം. ഇന്ന് രാവിലെ വീടിനോട് ചേർന്നിതാ കടുവകൾ വന്നുപോയതേയുള്ളൂ. നിങ്ങൾ ഇത്തിരി വൈകിയെന്ന് അബ്ദുൽ ഹക്കീം ബായ്. മരങ്ങൾ കൊണ്ട് തീർത്ത വേലികൾക്ക് നടുവിൽ പുല്ലുമേഞ്ഞ 3 ചെറുകൂരകൾ. കുത്തനെ ഉയർത്തി നിർത്തിയ മേൽക്കൂരയ്ക്ക് താഴെ 1-2 ചാർപ്പായി കട്ടിലുകൾ. മണ്ണിൽ തന്നെ തീർത്ത അടുപ്പും അലമാരിയും. മുറ്റത്തൊരു നാരങ്ങാ മരവും. ഇത്രയുമാണ് ഹക്കീം ബായിയുടെ വീട്. ചെളി തേച്ച് മിനുക്കിയെടുത്തതാണ് വീടിനകത്തെ നിലവും മനോഹരമായ ഈ മുറ്റവും. എന്നാൽ ഹക്കീം ബായിയുടെ മനസ്സിന് മാത്രം ഒട്ടും ചെളി പുരണ്ടിട്ടില്ല.